സ്വലാത്ത് ചൊല്ലിയിട്ട് ആഗ്രഹം സഫലീകരിച്ച മഹാന്മാർ ഇഷ്ടം പോലെ ഇല്ലേ ലോകത്ത്. ബന്ധത്തിന് വലിയൊരു നിമിത്തമാണ് സ്വലാത്ത്. സുന്നത്തുകൾ മുറുകെ പിടിക്കുന്നത് വലിയൊരു കാര്യമാണ്. സുന്നത്തുകൾ മുറുകെ പിടിക്കുന്നത് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ്. സുന്നത്തുകൾ ജീവിതത്തിൽ സൂക്ഷിപ്പായി നിലനിർത്തുന്നത്. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഒരു ജനാസ കൊണ്ടുപോകുമ്പോ എന്റെ തോളിൽ ആ ജനാസയുടെ കട്ടിലിന്റെ ഒരു കാലുണ്ട്. ജനാസ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഞാനൊന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലീ ഫിൽ മൗത്ത്, മരണത്തിൽ എനിക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അപ്പൊ കട്ടിലിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം, ഫീമാ ബഅദൽ മൗത്ത്, മരണത്തിന്റെ ശേഷോ എന്നൊരു ചോദ്യം. ഇബ്രാഹിം തങ്ങൾ പറയും, ഞാൻ ആകെ പേടിച്ചു പോയി. നമ്മളാണ് ഈ കട്ടിൽ അവിടെ ഇട്ടിട്ടുണ്ടാവും. മയ്യത്ത് കട്ടിലിന്റെ ഉള്ളിൽ നിന്നൊരു ചോദ്യം, ഫീമാ ബഅദൽ മൗത്ത്, മരണത്തിന്റെ ശേഷോ? അത് ഗുണമൊന്നും വേണ്ടേ? മരിക്കുമ്പോ മാത്രം ബർക്കത്ത് മതിയോ? പടച്ചോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ഹാലെന്തായിരിക്കും. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു അത്രയും മനക്കരുത്തുള്ള ആളായതുകൊണ്ടല്ലേ ആ കട്ടിൽ പിടിച്ച് പിന്നെ മുന്നോട്ട് പോയത്. മഹാനവറുകൾ പറയാം, എന്റെ മനസ്സിലൊരു പേടി ഇങ്ങനെ കുടുങ്ങി. എന്നാലും ഞാൻ പതുക്കെ ആ കട്ടിലും പിടിച്ച് അങ്ങനെ പോയി. അവിടെ നേരെ മറമാടുന്നിടത്തെത്തി. ഈ കൊണ്ടുപോകുന്ന ജനാസയെ ഖബറിലേക്ക് വെച്ചതിന് ശേഷം ആളുകളൊക്കെ പോയിട്ട് ഞാൻ കുറച്ചു നേരം അവിടെ ഇങ്ങനെ ചിന്താനിമഗ്നനായിട്ട് ഞാൻ ഇങ്ങനെ നിന്നു. കുറച്ചു നേരം ഇങ്ങനെ ഖബറുകളിൽ നിന്നു. ഖബറും ആഖിറൊക്കെ ചിന്തിച്ചു നിന്നു. അപ്പൊ ഞാൻ കണ്ടൊരു കാഴ്ച എന്താണെന്നറിയോ? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ഞാൻ കണ്ടൊരു കാഴ്ച, ആ ഖബറിന്റെ ഒരു ഭാഗം കൊണ്ട് പൊട്ടി പിളർന്നു. ഉള്ളിൽ നിന്ന് ഒരു രൂപം പുറത്തേക്ക് വന്നു. കാണാൻ നല്ല ചുറുക്കുള്ള രൂപം. അങ്ങനത്തെ ഒരു ശരീരം ഞാൻ ആ നാട്ടിലെവിടെയും കണ്ടിട്ടില്ല. എന്തൊരഴക്! നല്ല ഡ്രസ്സിങ്, നല്ല സുഗന്ധം. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ് ചോദിച്ചു. ഞാൻ നമ്മൾ ചോദിക്കാണ്ടാവോ? ഖബറിന്റെ ഉള്ളിൽ ഒരു രൂപം ഇങ്ങനെ പുറത്തേക്ക് വന്നാ പിന്നെ നമ്മളായാല് അപ്പുറത്ത് അവർ ഖബർ വരെ കുഴിക്കേണ്ടി വരൂലേ? അള്ളാഹു നമുക്ക് സലാമത്ത് തരട്ടെ. എന്താ സഹോദരങ്ങളെ, നമ്മളെ മൗത്തും ഖബറൊക്കെ മഹാന്മാർ ചാരത്തായതുകൊണ്ട് നമ്മളിങ്ങനെ സന്തോഷിക്കല്ലേ? അവരെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ. നമ്മള് സാധുക്കളല്ലേ, ദുർബലരല്ലേ, ഒന്നും പറയാനല്ലോ. എന്ത് ചെയ്താലും അതിലൊക്കെ വീക്ക്നെസ്സുകളല്ലേ ഉള്ളത്. അവരുടെ ഒരു പൊരുത്തം കൊണ്ട് അവർ സിയാറത്ത് ചെയ്യുന്ന, ഫാത്തിഹ ഓതുന്ന, ഹദ്ദാദൊക്കെ എന്നും ഓതുന്ന ആളുകള്, അവർക്കൊക്കെ ഒരു പിടിവള്ളിയുണ്ട്. ഒന്നും വെറുതെ അല്ല. ലോകത്തുള്ള മഹാന്മാർക്ക് മൊത്തല്ലേ ഹദ്ദാദിൽ 4ാമത്തെ ഫാത്തിഹ. അതിൽ ഈ മഹാനും പെട്ടു, എല്ലാ മഹാന്മാരും പെട്ടു. ലോകത്തുള്ള സർവ്വ മഹാന്മാരിലേക്കാണ് 4ാമത്തെ ഫാത്തിഹ. അത് ചെറുതല്ല. ആ ഒരു കണക്ഷൻ കിട്ടും. ഒന്നും ഒഴിവാക്കരുത്. ഒരു ദിവസം ഹദ്ദാദ് ഒഴിവാക്കരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധാണത്. ഫാത്തിഹ ഓതിയാൽ ബന്ധം ഉണ്ടാകൂല, നല്ല ബന്ധം ഉണ്ടാവും, നല്ല കണക്ഷൻ ഉണ്ടാകും. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്നോട് ആ രൂപം പറഞ്ഞു, ഞാൻ ആരാന്നറിയോ? നേരത്തെ മയ്യത്ത് കട്ടിലിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങളോടൊരു ശബ്ദം പുറപ്പെടുവിച്ചില്ലേ, ആ വ്യക്തിയാണ് ഞാൻ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നേരത്തെ അല്ലാഹുമ്മ ബാരിക് ലീ ഫിൽ മൗത്ത്, മരണത്തിൽ എനിക്ക് ബറക്കത്ത് തരണേ എന്ന് ദ്വാരുന്നപ്പോ ചോദിച്ചില്ലേ ഒരു ചോദ്യം, ഫീമാ ബഅദൽ മൗത്ത്, മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിലോ അതിൽ ബറക്കത്ത് വേണ്ടേ എന്ന് ചോദിച്ചില്ലേ? അത് ഞാനാണ്. ഞാൻ ആരാന്നറിയോ? ഈ മരിച്ചുപോയ വ്യക്തിയുടെ സുന്നത്താണ് ഞാൻ. ആ സുന്നത്തിനെ അല്ലാഹു ഒരു ശരീരമായി രൂപപ്പെടുത്തി. അദ്ദേഹത്തിന് ടൈം പാസ് നൽകാനാണ് ഞാൻ ആ ഖബറിൽ കൂടിയത്. നിങ്ങളോട് സംസാരിച്ചിട്ട് എനിക്ക് തിരിച്ചു പോകാനുള്ളത് ഖബറിലേക്ക് തന്നെയാണ്. ഇപ്പൊ ഞാൻ മലക്കുകളൊക്കെ വരുമല്ലോ, ആ വരുന്ന മലക്കുകളോട് ഉത്തരം പറയാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഞാൻ ആ മനുഷ്യന് ഖിയാമത്ത്
നാൾ വരെ ടൈം പാസ് നൽകാൻ, നേരം പോക്ക് നൽകാൻ ജീവിതത്തിൽ അദ്ദേഹം കാത്തു സൂക്ഷിച്ച കുറെ സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകളെ അള്ളാഹു എന്നെ ഞാനായി രൂപപ്പെടുത്തി തന്നു. എന്നിട്ട് ആ മനുഷ്യൻ ഒറ്റക്ക് കിടക്കരുത്, അയാൾക്ക് ടൈം പാസിന് ഒരാള് വേണം. ഈ സുന്നത്ത് ആരുടേതാ സഹോദരങ്ങളെ? ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്തുകളെ സ്നേഹിച്ച്, അത് തങ്ങളോടുള്ള ബന്ധം കൊണ്ടല്ലേ സുന്നത്തിനെ നിലനിർത്തിയത്, വേറെ ആരോടുള്ള ബന്ധം കൊണ്ടല്ലല്ലോ. സുന്നത്തിനെ നിലനിർത്തുന്ന ഒരു മനുഷ്യൻ ഏറ്റവും വലിയ കണക്ഷൻ മുത്തുനബി തങ്ങളോടാണ്. അത് ജീവിതത്തിലും ജീവിതാനന്തരവും അനുഭവിക്കാനുള്ള കണക്ഷനാണ്. ദുനിയാവ് കൊണ്ടത് തീർന്നു പോകില്ല. മരണാനന്തര ജീവിതത്തില് ഒരു സ്വാലിഹായ മനുഷ്യന്റെ രൂപം പ്രാപിച്ചു വന്ന് സന്തോഷമുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് ടൈം പാസിന് വേണ്ടി കൂടെ ഇരുന്ന് സന്തോഷമുള്ള മുഖവുമായി വാസനിക്കാൻ നല്ല വാസനയുമായി ഒരു കൂട്ടുകാരനെ ആരും ആഗ്രഹിക്കുന്ന ഒരു നേരമല്ലേ ഒറ്റക്കുള്ള ഖബർ ജീവിതം. ഇവിടെ തന്നെ വീട്ടിൽ ഒറ്റക്കിരുന്നാൽ പലപ്പോഴും ബോറടിക്കാറില്ലേ? ഇത് അറക്കുള്ളിൽ മണ്ണറക്കുള്ളിൽ ഒറ്റക്കല്ല. ജീവിതത്തിൽ പുലർത്തിപ്പോന്ന സുന്നത്തിനെ രൂപപ്പെടുത്തി കൊടുത്തുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഖബറിലേക്ക് വിട്ടയച്ചതാണ്. വലിയ സന്തോഷമാണ്. ആ ഒരു ബന്ധം നിലനിർത്താൻ കഴിയുന്നത് മരിച്ചതിന് ശേഷവും ആഖിറത്തിലും വലിയ സന്തോഷത്തിന്റെ വകുപ്പാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വലിയ കണക്ഷൻ സ്ഥാപിച്ചപ്പോഴല്ലേ തങ്ങളെല്ലാ ദിവസവും നോട്ടം കൊടുത്തത്. ബഹുമാനപ്പെട്ട ഇമാം അബൂബക്കർ ശിബിലി റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ ബിൻ ശിബിലി തങ്ങൾക്കുള്ള പരിഗണന എന്താണെന്ന് ചോദിച്ചപ്പോ, എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും എന്റെ മദ്ഹായിട്ടുള്ള ആയത്ത് എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ഒരു തവണ ഓതാറുണ്ട്. ഒരു വർഷമല്ല ഓതിയത്, 2 വർഷമല്ല ഓതിയത്, 80 വർഷം പതിവാക്കി ഓതിയ ആളാണ്. അങ്ങനെയുള്ള ആൾക്ക് എല്ലാ ദിവസവും ഞാൻ എങ്ങനെ ദർശനം കൊടുക്കാതിരിക്കും? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 5 സിഫത്തുകൾ പറയുന്ന 5 മദ്ഹുകൾ പറയുന്ന ആയത്തല്ലേ. ആ ആയത്ത് ഓതിയിട്ട് തങ്ങളെ ഓർത്തെടുക്കുകയാണ് ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു. എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ഉള്ള ദിക്റും ദുആഇനും ശേഷം സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ മദ്ഹ് ചെയ്യുമ്പോ ഓർക്കുമ്പോ തങ്ങൾ സമ്മാനമായി നൽകിയതാണ് എല്ലാ ദിവസവും രാത്രി അവിടുത്തെ ദർശനം ശിബിലി ഇമാമിനെ. അത് വലിയ സന്തോഷമാണ്.